ഞാനിപ്പോഴുള്ളത് ഒരു ഹോം സ്റ്റേയിലാണുള്ളത്. ഈ ഹോം സ്റ്റേയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് ഈ ഹോം സ്റ്റേയിൽ വന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ആംബിയൻസും ഈ സ്ഥലവും എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്, അതായത് ഇതിൻ്റെ ഒരു കിഴക്ക് വശം റോഡാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായ ഒരു ബീച്ചാണ്. നല്ല എന്താ പറയുക, ഒരു നല്ല ബീച്ച് ഫ്രണ്ടേജ് ഉള്ള ഒരു 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 ഹോം സ്റ്റേ ആണിത്. അതായത് ഈ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിശാലമായിട്ട് കിടക്കുവാണ് ബീച്ച്. അത്രയധികം ഒരു വലിയ ഒരു ബീച്ചാണ്. തിരുവിഴ ബീച്ചിന്റെ സൈഡിലാണ് ഈ പറയുന്ന ഹോം സ്റ്റേ. ഹോം സ്റ്റേയുടെ പേര് ഡോൾഫിൻസ് ടർഫ് എന്നാണ്. ഈ ഹോം സ്റ്റേ ഇരിക്കുന്ന തിരുവിഴ ബീച്ച് ഒരു അൺഎക്സ്പ്ലോർഡ് ബീച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾക്ക് ഇത്രയും അടുത്ത് ഇത്ര രസമായിട്ടുള്ളൊരു ബീച്ചും അതിൻ്റെ സൈഡിൽ ഒരു ഒരു ഹോം സ്റ്റേ, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അതായത് ഇതിൻ്റെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സഹകരണ മനോഭാവമുള്ള ആളുകളാണ്. വളരെ ഒരു സെക്യൂർഡ് ഫീലിംഗ് ആണ് നമുക്കിവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്ഥലമായതുകൊണ്ട് വളരെ പീസാണ്, കാമാണ്. മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഗോവ അല്ലെങ്കിൽ അതുപോലെ ബീച്ചുകളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതായത് ഫുഡാണെങ്കിലും ട്രാവലാണെങ്കിലും ഒക്കെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇത് വളരെ നോർമൽ റേറ്റാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ആ ഒരു വൈബും ആ ഒരു ഒരു സുഖമൊക്കെ ഒരു നോർമൽ റേറ്റിൽ നമ്മൾ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ പോകുന്ന രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. സത്യം പറഞ്ഞാൽ ഞാനിതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം അത്ര രസമാണ്. ഇത്ര അടുത്ത് ഇത്ര രസമുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ ഇത്ര അടുത്ത് ഇത്ര രസമുള്ള സ്ഥലം കണ്ടിട്ട് എന്തുകൊണ്ട് അറിഞ്ഞില്ല, നേരത്തെ ഇവിടെ വരേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ആളുകളിലേക്ക് എത്തിച്ച് കുറച്ച് കൂടുതൽ ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തട്ടെ, അവരെയും ഈ സ്ഥലത്തിൻ്റെ ഭംഗിയും ഈ സ്ഥലത്തിൻ്റെ ഒരു സമാധാനവും പീസൊക്കെ ആസ്വദിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് മാരാരിക്കുളം ബീച്ച്. ഇത് കൊച്ചിയിൽ നിന്ന് ജസ്റ്റ് ഒരു 40 കിലോമീറ്റേഴ്സ് ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് ഒരു 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 65 കിലോമീറ്റേഴ്സ് ഉണ്ടാവും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന്. ഇതിൻ്റെ തൊട്ടടുത്താണ് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം ഉള്ളത്. അങ്ങനെ ഒരു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ മാരാരിക്കുളം ബീച്ച്, ഈ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല രസമുള്ള നല്ല വൈബുള്ള മാരാരിക്കുളം ബീച്ചുണ്ട്. പിന്നെ ആലപ്പുഴയുള്ള ഒരുപാട് നല്ല ബീച്ചുകളും ഉണ്ട്. ഏതായാലും ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ബീച്ചിലേക്ക് പോകാം. കമാ. ഇതിൻ്റെ ഒരു ഈവനിങ്ങും മോർണിംഗും ആണ് ഇതിൻ്റെ ഏറ്റവും രസമുള്ള സമയം. സൺസെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് സൺസെറ്റ്. നോക്ക്, സൂപ്പർ സ്ഥലം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ഹോം സ്റ്റേയുടെ പേര് ഡോൾഫിൻസ് ടർഫ് എന്നാണ്. ഡോൾഫിൻസ് ടർഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് ഇവിടെ തൊട്ടടുത്ത് ഡോൾഫിൻസ് വന്ന് കളിക്കുന്ന സ്ഥലമാണ്. എപ്പോഴും ഡോൾഫിൻസ് വരാറുണ്ട്. നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിൻസിനൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഡോൾഫിൻസ് ടർഫ് എന്ന് പേരിട്ട്. പിന്നെ ഇവിടെ ഡോൾഫിൻസിന്റെ പോലെ പ്ലേഫുൾ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെ ഒരു 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 ടീമിൽ നിന്നാണ് ഇവർ ഡോൾഫിൻസ് ടർഫ് എന്ന് പേരിട്ടത്. ഡോൾഫിൻസ് കളിക്കുന്ന സ്ഥലം. ഈ കേരളത്തിന്റെ ബീച്ചുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കേരളത്തിന്റെ ബീച്ചിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ടൂറിസം ഒന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൊതുവെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ബാംഗ്ലൂർ, ഊട്ടി, മൈസൂർ. നിങ്ങൾക്കറിയാം സ്കൂളിൽ തന്നെ ഊട്ടി, മൈസൂർ, ബാംഗ്ലൂർ ഒക്കെയാണ് നമ്മളെപ്പോഴും പോകാറുള്ളത്. ഈ ബീച്ചിന്റെ ഭംഗിയോ ഒരു ബീച്ചിന്റെ രസമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടൂറിസം ഒരു 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 എന്താ സാധ്യതകളോ അല്ലെങ്കിൽ ബീച്ച് ടൂറിസം നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു നാട് വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണ് കേരളത്തിനകത്ത് ഇത്രയും നല്ല രസകര ബീച്ച്. ഞാൻ പറഞ്ഞ ഈ തിരുവിഴ ബീച്ചിന്റെ ഈ ഒരു ഭംഗി, അല്ലെങ്കിൽ തിരുവിഴ ബീച്ച് രസമുള്ള ബീച്ച് ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പൊതുവെ വെള്ളക്കാർക്ക് വേണ്ടിയിട്ടാണ് ബീച്ച് അല്ലെങ്കിൽ ബീച്ച് ടൂറിസം എന്നായിരുന്നു നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. പക്ഷെ ഇപ്പൊ അതിൽ കുറെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കടൽ എത്ര കണ്ടാലും മടുക്കില്ല എന്ന് പറയാറില്ലേ.
ഈ കടലുകൾ ഈ സത്യത്തിൽ നമ്മുടെ ചരിത്രം തന്നെ കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആണുള്ളത്. ബ്രിട്ടീഷുകാരും അറബികളും അടക്കം എല്ലാ ആളുകളും നമ്മളെ തേടി വന്ന് ഈ കടലിലൂടെയാണ്. ഈ ഇടയായിട്ട് അതിൽ മാറ്റമുണ്ട്. ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു അതായത് അൺഎക്സ്പ്ലോർഡ് ബീച്ച് അതല്ലെങ്കിൽ കേരളത്തിലെ അധികം ആരും അറിയാത്ത ബീച്ചുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാരാരിക്കുളം അതുപോലെ വർക്കല ബീച്ചിനെയൊക്കെ പറ്റിയിട്ട് ഒരു റീല് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര പീസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഈ ഹോം സ്റ്റേ ഇവിടെ നല്ല ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ആണ്, ഭയങ്കര പീസാണ് ഇവിടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഈ ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാം, നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനോ അല്ലെങ്കിൽ ഹണിമൂൺ ആഘോഷിക്കാൻ നിങ്ങൾക്ക് കപ്പിളായിട്ടോ ഒക്കെ വരാം. അതല്ല നിങ്ങൾക്ക് ഭയങ്കര ജോലി ഭാരം ടെൻഷനൊക്കെ കാരണം ഭയങ്കര സ്ട്രെസ് ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി 1-2 ദിവസം ഒരു 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 ശല്യങ്ങളും ഇല്ലാതെ നിങ്ങളുടെ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നിങ്ങളുടെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ ഈ കേരളത്തിലെ ഉൾപ്രദേശമായ ഈ തിരുവിഴ ബീച്ചിൻ്റെ സൈഡിലുള്ള ഈ ഡോൾഫിൻസ് ടർഫ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 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 പ്ലേസാണ്. ഇതാ ഞാൻ പറഞ്ഞ പോലെ ആ കാണുന്നതാണ് ബീച്ച്. ജസ്റ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയാവുന്ന ഒരു 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 20 സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടുന്ന്. നോക്കിയാൽ കാണാം. അല്ലെങ്കിൽ ഒരു ഒറ്റ ഓട്ടത്തിൽ നമുക്ക് ആ ബീച്ചിലെത്താൻ സാധിക്കും. അത്ര അടുത്താണ് ബീച്ച്. ഭയങ്കര രസമാണ് കാണാൻ. സൺസെറ്റൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ. ബീച്ച് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. അതായത് നിങ്ങളുടെ റൂമിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ഈ ഹോം സ്റ്റേയിലെ റൂമിലെ ജനൽ തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീച്ച് കാണാൻ പറ്റും. അതല്ലെങ്കിൽ ജസ്റ്റ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ നേരെ കാണുന്നത് ബീച്ചാണ്. ആ ബീച്ചിൻ്റെ ഒരു ആംബിയൻസും ആ ഒരു വ്യൂ ഒക്കെ നിങ്ങൾ എത്ര ടെൻഷനാണെങ്കിലും എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും നിങ്ങളെ ഭയങ്കര കൂൾ ആൻഡ് കാമാക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഗോവയിലൊക്കെ നമ്മൾ പോകുമ്പോഴേ ചില ബീച്ചുകളുണ്ട്, ഒരു ഹിഡൻ ആയിട്ട് കിടക്കുന്ന ചില ബീച്ചുകൾ. കുറച്ചൊരു കാട് പോലുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു പച്ചപ്പുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ട് നമ്മൾ ഒരു ചെറിയ ഇടവഴിയിലൂടെയൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ കാണുന്ന ഒരു വലിയ ബീച്ചായിരിക്കും. ഒരു വിശാലമായ ബീച്ച്. അത് നൽകുന്നൊരു ഫീല് അത് അനുഭവിച്ചറിയേണ്ടതാണ്, പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏകദേശം അതേ ഫീലാണ് ഈ നാട്ടിൻപുറത്ത് ഇവിടെ ഇങ്ങനൊരു രസമുള്ളൊരു ബീച്ച്. ആ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ള ഈ റിസോർട്ട്, നിങ്ങൾ ഈ റൂം ജസ്റ്റ് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുമ്പോൾ ഒരു ഫീൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഇവിടെ എല്ലാ സീസണും രസമാണ്. മൺസൂൺ ഭയങ്കര രസമാണ്. ആ കടലിൽ മഴ പെയ്യുന്നത് കാണാൻ എന്ത് രസമാണല്ലേ. നിങ്ങൾക്കത് അനുഭവിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരിക. താങ്ക് യു.